വീട്ടിൽ പച്ചക്കറി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചെറിയുള്ളി വെച്ചിട്ടുള്ള സാമ്പാറാണ്, ഉള്ളി സാമ്പാറാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു സാമ്പാർ തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. വേറെ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും ചെറിയുള്ളിയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിലേക്ക് പരിപ്പ് മസ്റ്റായിട്ടും വേണം കേട്ടോ. ഞാനിവിടെ അരക്കപ്പ് പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി നമുക്കൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് പിന്നീട് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അടുത്ത് മതി. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള പരിപ്പ് കടലപ്പരിപ്പാണ്. തുവരപ്പരിപ്പും എടുക്കാം. കടലപ്പരിപ്പ് എടുത്തുകൊണ്ട് തന്നെ കുറച്ചധികം വേവിൻ്റെ ആവശ്യം ഉണ്ടാവും. തുവരപ്പരിപ്പാണെങ്കിൽ ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. അതിലേക്ക് 2-2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് കടലപ്പരിപ്പ് ആയതുകൊണ്ട് ഒരു 3 വിസിൽ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അതെന്തായാലും വേവുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഞാനൊരു മൺചട്ടിയാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി നടുകെ കീറിയിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളി കേട്ടോ. ചെറിയുള്ളി ഒരു 20ഓളം ചെറിയുള്ളി ഉണ്ടാവും. അതും ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ വലിയ ചെറിയുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടുകെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇനി വേണ്ടത് പച്ചമുളകാണ്. ഞാൻ ഒരു പച്ചമുളക് കീറിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയാണ് വേണ്ടത്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാർ പൊടിയൊക്കെ ചേർക്കുന്നപ്പോൾ 1/2 ടീസ്പൂൺ തന്നെ മതി. ഇത് സാമ്പാർ പൗഡറാണ്, അതൊരു 3 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. അത്രയും തന്നെ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്, അതും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. ചെറിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതും ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പുളി ഒരുപാട് അങ്ങ് കൂടേണ്ട, നമ്മൾ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു തക്കാളി ഇതേപോലത്തെ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് തിളക്കൊന്നും വേണ്ട, അത് ജസ്റ്റ് ഇങ്ങനെ പീസായിട്ട് കഷ്ണം പോലെ അതിൽ കിടന്നോട്ടെ. പിന്നെ നമ്മുടെ പരിപ്പ് വെച്ചില്ലേ, അതും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. പരിപ്പ് വേവിച്ചപ്പോൾ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ പരിപ്പ് വേവാൻ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ ചെറിയൊരു പീസ് നിങ്ങൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ടും തിളച്ച് ഒരു 5 മിനിറ്റൊക്കെ അതുപോലെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ആ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് 1 ടീസ്പൂൺ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 3 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞങ്ങൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യട്ടെ. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഓൺ ചെയ്തിട്ട് ചെയ്താൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഒരുപാട് റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഉള്ളി സാമ്പാർ ഇവിടെ റെഡി. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ സാമ്പാർ തയ്യാറാക്കി നോക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്